ഹായ്, എല്ലാവർക്കും നമസ്കാരം. നോബൽ ലേഡി ബൊട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് കാണിക്കുന്നത് കോട്ടണിൽ ബാട്ടി പ്രിന്റ് വരുന്നതും പിന്നെ സിൽക്കി കോട്ടയിലും വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ. ഓരോന്ന് എടുക്കുമ്പോഴും ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. ഓക്കെ, ഫസ്റ്റ് കാണിക്കുന്നത് സോഫ്റ്റ് കോട്ടണിൽ ബാട്ടി പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ്. നല്ല ഡാർക്ക് മെറൂൺ കളർ, ഒരു ഗ്രേപ്പ് കൂടിയിട്ടുള്ള മെറൂൺ കളറാണ്. അതിൽ ഒരു ലൈറ്റ് ചോക്ലേറ്റും ഓഫ് വൈറ്റും കൂടിയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് പ്രിന്റ്. ബാക്കിലും സെയിം പ്രിന്റ് തന്നെ. സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ. 49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ. സെന്ററിൽ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ്. അതിൽ ഓഫ് വൈറ്റ് കളറിലുള്ള ബാട്ടി പ്രിന്റ് ആണ് കേട്ടോ. താഴെ രണ്ട് സൈഡിലും ടോപ്പിന്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിൽ തന്നെയാണ്. ദുപ്പട്ടയുടെ സെയിം പ്രിന്റ് തന്നെയാണ്. റേറ്റ് 1190, 1190. അടുത്ത് നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. നല്ല ഡാർക്ക് വയലറ്റ് കളറിൽ ഓഫ് വൈറ്റും ഒരു ചിക്കു കളറും കൂടിയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് പ്രിന്റ്. ബാക്കിലും സെയിം തന്നെ. 48-49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്. സെന്ററിൽ ചിക്കു കളറാണ് കേട്ടോ. താഴെ രണ്ട് സൈഡിലും ടോപ്പിന്റെ കളറിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ഡബിൾ സൈഡ് വേറെയാണ്. തലക്കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ്. വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിൽ ഇതുപോലെ പ്രിന്റ് വന്നിട്ടുണ്ട്. റേറ്റ് 1190, 1190. പിന്നെ പേയ്മെന്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽസിന്റെ പ്രൈസിന് പുറമെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ. അടുത്ത സെയിം പ്രിന്റ് തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ യെല്ലോ കളറും ഓഫ് വൈറ്റും കൂടിയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. ബാക്കിലും സെയിം തന്നെയാണ്. നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള മെറ്റീരിയലാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിൽ ഡബിൾ ഷെയ്ഡായിട്ട്. സെന്ററിൽ യെല്ലോ കളർ, താഴെ രണ്ട് സൈഡിലും ഗ്രീൻ കളറിലാണ് കേട്ടോ പ്രിന്റ് വന്നിട്ടുള്ളത്. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിൽ ഇങ്ങനെ പ്രിന്റഡ് ബോട്ടം. റേറ്റ് 1190, 1190. സോഫ്റ്റ് കോട്ടണിന് അടുത്തത് ഡാർക്ക് ബ്ലൂ കളറിൽ ഒരു ആഷും ഓഫ് വൈറ്റും കൂടിയിട്ടുള്ള നേരത്തെ കാണിച്ച സെയിം പ്രിന്റ് തന്നെ. ബാക്കിലും സെയിം. 48-49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ഡെയിലി വെയറിനും ഓഫീസ് വെയറിനൊക്കെ നല്ലതാണ് കേട്ടോ. വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ, ആഷ് കളർ, ബ്ലൂ കൂടിയിട്ടുള്ള ആഷ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് പ്രിന്റ്. താഴെ 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ. നമുക്ക് ഡബിൾ സൈഡൊക്കെ വെയർ ചെയ്യാൻ പറ്റും. ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിൽ. ദുപ്പട്ടയിലെ സെയിം പ്രിന്റ്. റേറ്റ് 1190, 1190. പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനും പോളി ജംഗ്ഷനും ഇടയിലാണ്. വരാൻ സാധിക്കുന്നവർക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അവിടെ വന്ന വേറെയും കളക്ഷൻസ് കാണാം. ഇനി കാണിക്കുന്നത് സിൽക്കി കോട്ടയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഈ റെയിനി സീസണിന് ബെസ്റ്റ് ആണ്. എളുപ്പം ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെയാണ് ഫുള്ളും ഫ്രണ്ടിൽ ഇങ്ങനെ യോക്ക് വരെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ബീഡ്സ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വർക്കാണ്. ഒരു ഗ്രീനും ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ ചെക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്കിലും സെയിം. ടോപ്പിന്റെ ലെങ്ത് 48-49 ഇഞ്ചാണ്. അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദുപ്പട്ട സിൽക്കി കോട്ടയിൽ തന്നെയാണ്. ഒരു സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് പോലെ യോക്കിലുള്ള സെയിം വർക്ക് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഇതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കാണ്. ഒരു സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. 2.3 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് സാൻഡുവിന്റെ ബോട്ടം, സെയിം കളർ. റേറ്റ് 920, 920. അടുത്ത സെയിം മെറ്റീരിയൽ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. യോക്കിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും പേൾ വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ. മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ്. ഒരു ലാവൻഡർ കളറാണ് കേട്ടോ. വയലറ്റ് മിക്സ് ആയിട്ടുള്ള ലാവൻഡർ കളറാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. 50 ഇഞ്ചാണ് ഈ ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ട വന്നിട്ടുള്ളത് സിൽക്കി കോട്ടയിൽ തന്നെയാണ്. സെയിം കളർ തന്നെയാണ്. ഇതുപോലെ സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും ഒരു സൈഡിൽ ഇങ്ങനെ തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളും ചെറിയ ചെറിയ വർക്കും സീക്വൻസ് വർക്കും ഇങ്ങനെ സ്കാലപ്പ് വർക്കും. 2.3 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം സാൻഡുവിന്റെ ബോട്ടം, സെയിം കളർ. റേറ്റ് 920, 920. അടുത്ത സെയിം മെറ്റീരിയൽ തന്നെ ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെയാണ് വർക്ക് വന്നിട്ടുള്ളത്. സിൽക്കി കോട്ടയിലാണ് മെറ്റീരിയൽ. 48-49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. നമുക്ക് ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദുപ്പട്ട വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ. ഇങ്ങനെ ഒരു സൈഡിൽ തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ടയുടെ ഡിസൈൻ. 2.3 ആണ് ലെങ്ത്. ബോട്ടം സാൻഡുവിന്റെ ബോട്ടം, സെയിം കളർ.
റേറ്റ് 920 920. സിൽക്കി കോട്ടയിൽ അടുത്തത് നല്ല ഡാർക്ക് ഓണിയൻ പിങ്ക് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. യോക്കിൽ ഇങ്ങനെ സെയിം എംബ്രോയിഡറി വർക്കും ബീഡ്സ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിന്റെ ലെങ്ത് 48-49 ഇഞ്ചാണ് കേട്ടോ. ദുപ്പട്ട വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ. വർക്ക് ഒരു സൈഡിൽ ഇങ്ങനെ തിക്കായിട്ടുള്ള വർക്ക്, സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഇതുപോലെ ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. 2.3 2.4 ഒക്കെയാണ് ദുപ്പട്ടയുടെ ലെങ്ത്. ഇതുപോലെ ഒരു സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബോട്ടം വന്നിട്ടുള്ളത് സാൻഡുവിന്റെ ബോട്ടം, സെയിം കളർ. റേറ്റ് 920 920. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന പുതിയ കളക്ഷൻസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ആ ഓളും കൂടി സെലക്ട് ചെയ്യുക. വീഡിയോ FB-യിലോ ഇൻസ്റ്റയിലോ കാണുന്നെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.